തളിപ്പറമ്പ് തൃച്ചംബരം ക്ഷേത്രം വടക്കൻ കേരളത്തിന്റെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത്. കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ പ്രധാനിയാണ് ഈ ക്ഷേത്രം. കണ്ണൂരിലെ തളിപ്പറമ്പിലുള്ള തൃച്ചംബരം ക്ഷേത്രം ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് വിശ്വാസികൾക്കിടയിൽ പ്രശസ്തി നേടിയ ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇന്ന് ഇവിടെ പ്രതിപാദിക്കുന്നതിന് ഒരു കാരണമുണ്ട്. രൗദ്രഭാവത്തിലുള്ള ശ്രീകൃഷ്ണനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. പ്രണയത്തിന്റെയും ധർമ്മത്തിന്റെയും പ്രതീകമായി കാണുന്ന ശ്രീകൃഷ്ണൻ ഈ ക്ഷേത്രത്തിൽ രൗദ്രഭാവത്തിൽ ഇരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിനു പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. ആ ഐതിഹ്യമാകട്ടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും ചർച്ച ചെയ്യേണ്ട ഒന്നാണ്. വീഡിയോയുടെ അല്പഭാഗം മാത്രം കണ്ട് കമന്റ് ഇടാൻ വരരുത് എന്ന് പ്രത്യേകം അപേക്ഷിക്കുകയാണ്. പാലക്കാട് ജില്ലയിലെ അമ്പലപ്പാറയിൽ കഴിഞ്ഞ ഒരു ദിവസം ഒരു ഗർഭിണിയായ ആന കൊല്ലപ്പെട്ടത് വളരെ വലിയ വിവാദമായിരുന്നു. കൃഷി നശിപ്പിക്കാൻ വരുന്ന വന്യജീവികൾക്കെതിരെ മുൾവേലികളും പന്നിപ്പടക്കങ്ങളുമൊക്കെ കർഷകർ ഉപയോഗിക്കുന്നത് പണ്ട് കാലം മുതലേയുള്ള നാട്ടുനടപ്പാണ്. അങ്ങനെ വെച്ച ഒരു കെണിയിൽ ഗർഭിണിയായ ഒരു ആന വന്നു വീണു. ചത്തത് ആനയായിരുന്നതിനാലും ചാകുമ്പോൾ അത് ഗർഭിണിയായിരുന്നതിനാലും അതും പോരാത്തതിന് സംഭവം നടന്നത് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ആയതിനാലും ദേശീയ മാധ്യമങ്ങൾ സംഭവം ഏറ്റെടുത്തു. ആനയ്ക്ക് പകരം നിരവധി പന്നികൾ ഈ നിലയിൽ കൊല്ലപ്പെടാറുണ്ട്. എന്നാൽ അതൊന്നും വാർത്തയാകുന്നത് കാണാറില്ല. ഈ വീഡിയോയുടെ ഉദ്ദേശം മനുഷ്യനടക്കമുള്ള മറ്റു ജീവികളുടെ ജീവൻ എടുക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ വിളഞ്ഞു നിൽക്കുന്ന കർഷകരുടെ കൃഷിയെ തിന്നു നശിപ്പിക്കാൻ വരുന്ന ഇതര ജീവികളെ ഇങ്ങനെയല്ലാതെ മറ്റെങ്ങനെയാണ് കൈകാര്യം ചെയ്യുക? മയക്കുവെടിയൊക്കെ നടത്തി നോക്കിയെങ്കിലും ആന പുറകോട്ടില്ലെന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെയൊരു കെണിയൊരുക്കാൻ കർഷകർ തയ്യാറായത് എന്ന വാർത്തകളുമുണ്ട്. ഈ സംഭവത്തെ ന്യായീകരിക്കാനുള്ള ഒരു കാരണമായല്ല കൃഷ്ണന്റെ ഒരു ഐതിഹ്യം എടുത്തു പറയുന്നത്. മറിച്ച് കാരണങ്ങൾ ശക്തമാകുമ്പോൾ നിലനിൽപ്പിനു വേണ്ടി മനുഷ്യൻ ചെയ്യുന്നതിനെ അക്രമമായല്ല പകരം പ്രതിരോധമായാണ് കാണേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് തൃച്ചംബരം ക്ഷേത്രത്തിലേക്ക് തിരികെ വരാം. കംസവധത്തിന് ശേഷം രൗദ്രഭാവത്തിൽ നിൽക്കുന്ന ശ്രീകൃഷ്ണനായതിനാൽ ഇവിടുത്തെ പൂജകളിലും രീതികളിലും അതിനനുസരിച്ച് മാറ്റങ്ങളുണ്ട്. നൈവേദ്യത്തിന് ശേഷം അഭിഷേകം നടത്തുന്നതും ഉത്സവത്തിന് ആനയെ എഴുന്നള്ളിക്കാത്തതുമൊക്കെ ഈ ക്ഷേത്രത്തിന്റെ ചില പ്രത്യേകതകളിൽ ചിലതാണ്. ഉത്സവത്തിന് മാത്രമല്ല എല്ലാ സമയത്തും ആനകളെ തീരെ അടുപ്പിക്കാത്ത ക്ഷേത്രമാണ് തൃച്ചംബരം ക്ഷേത്രം. വിഷു, ശിവരാത്രി ദിവസങ്ങളിൽ തൊട്ടടുത്തുള്ള രാജരാജേശ്വര ക്ഷേത്രത്തിലേക്ക് തൃച്ചംബരത്തെ വിഗ്രഹം എഴുന്നള്ളിക്കാറുണ്ട്. ഉത്സവത്തിന്റെ പ്രധാന ഭാഗമായ രാജരാജേശ്വര ക്ഷേത്രത്തിൽ തൃച്ചംബരത്തപ്പൻ വരുന്ന സമയത്ത് ക്ഷേത്രത്തിലോ ക്ഷേത്ര പരിസരങ്ങളിലോ ആനയെ നിർത്താറ് പോലുമില്ല. കംസൻ കൃഷ്ണനെ വധിക്കാൻ അയച്ച കുവലയപീഠം എന്നു പേരായ ആനയെ വധിച്ച് ശേഷം ആജന്മ ശത്രുവായ കംസനെയും വധിച്ച ശേഷമുള്ള കൃഷ്ണനാണ് ഇവിടെയുള്ളത് എന്നതിനാലാണ് ഈ ആചാരം. ഈ പുരാണത്തിലേക്ക് ആഴത്തിലൊന്ന് കണ്ണോടിച്ചാൽ ഉദ്വേഗഭരിതമായ ചില സംഭവങ്ങൾ നമുക്ക് കാണാനാകും. കംസൻ ആളെ അയച്ചതിനനുസരിച്ച് കണ്ണനും കൂടെ ബലരാമനും മധുരയ്ക്ക് വരുന്നിടത്താണ് കുവലയപീഠമെന്ന ആനയുമായുള്ള കഥ ആരംഭിക്കുന്നത്. കണ്ണനെ വിളിച്ചു വരുത്തി വകവരുത്താനായിരുന്നു കംസന്റെ ഉദ്ദേശം. അതിനുവേണ്ടി ചാരുണൻ, മഹാഭദ്രൻ എന്നീ വീരന്മാരെ മാതുലൻ കൂടിയായ കംസൻ ഏർപ്പാട് ചെയ്തു. രാത്രിയിൽ ഉറങ്ങാൻ കിടന്ന കംസനെ ദുസ്വപ്നം വേട്ടയാടിയെന്നും കഴുതകളെ പൂട്ടിയ തേരിൽ താൻ യാത്ര ചെയ്യുന്നതായി സ്വപ്നം കണ്ട കംസന്റെ മനസ്സ് വല്ലാതെ തളർന്നു പോയെന്നും പുരാണം പറയുന്നു. അടുത്ത ദിവസം എങ്ങനെയാകുമെന്ന ചിന്ത കംസനെ കുഴക്കി. നാളെ കുവലയപീഠമെന്ന ഗജവീരനെ ഉപയോഗിച്ച് കണ്ണനെ തറ പറ്റിക്കാം എന്നതാണ് ആശ്വാസം. കുവലയപീഠം സാധാരണ ആനയല്ല, ഐരാവതം പോലെ തന്നെ ദിവ്യശക്തിയുള്ളതാണ് എന്നതിനാൽ കണ്ണൻ കുവലയപീഠത്തെ ജയിക്കാൻ പോകുന്നില്ല എന്ന് കംസൻ സ്വയം സമാധാനിച്ചു. ഈ ചിന്തകളുമായി അയാൾ നേരം വെളുപ്പിച്ചു. തന്റെ ജ്യേഷ്ഠനായ ബലരാമനോടൊത്ത് കണ്ണൻ അരമനയിലേക്ക് പുറപ്പെട്ടിരുന്നു. കൊട്ടാരത്തിന്റെ കവാടത്തിൽ എത്തിയപ്പോഴേക്കും കുവലയപീഠമെന്ന ആനയുടെ പാപ്പാനായ മഹാഭദ്രൻ കണ്ണനെ തടഞ്ഞു നിർത്തി. താൻ രാജാവിന്റെ സഭയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടും ആനക്കാരൻ സമ്മതിച്ചില്ല. കണ്ണൻ വീണ്ടും വീണ്ടും കാര്യം പറഞ്ഞെങ്കിലും ആനക്കാരൻ കുവലയപീഠമെന്ന ആനയെ കണ്ണന് വിലങ്ങു നിർത്തുകയായിരുന്നു. കണ്ണ, തിരിച്ചു പോകൂ, ഇല്ലെങ്കിൽ നിന്റെ ജീവൻ തിരികെ കിട്ടില്ല എന്നയാൾ പറഞ്ഞു. കണ്ണന് ദേഷ്യം കയറി. ആനക്കാര, വഴി മാറിയില്ലെങ്കിൽ ആനയോടൊപ്പം നിന്നെയും ഞാൻ കൊല്ലും എന്ന് കണ്ണനും പറഞ്ഞു. അതോടെ രംഗം വഷളായി. കണ്ണനെ കൊല്ലാനായി പാപ്പാൻ ആനയ്ക്ക് നിർദ്ദേശം നൽകി. ആന കണ്ണന് നേരെ പാഞ്ഞെടുത്തു. ജ്യേഷ്ഠനായ ബലരാമൻ കണ്ണന്റെ കൂടെ തന്നെ നിന്നിരുന്നു. കാലുകൾ പൊക്കി ചവിട്ടാൻ വന്ന ആനയുടെ കാലുകൾക്കിടയിലേക്ക് കണ്ണൻ പൂണ്ടു കയറി. പിന്നീട് ആനയുടെ പിൻഭാഗത്ത് ചെന്ന് വാലിൽ പിടിച്ച് പുറകോട്ട് വലിച്ചു.
ആന തിരിഞ്ഞ് കൊമ്പുകൊണ്ട് കുത്താൻ ചെന്നപ്പോൾ കണ്ണൻ ഒഴിഞ്ഞുമാറി വേറൊരിടത്ത് നിലയുറപ്പിച്ചു. തന്റെ ലക്ഷ്യത്തെ കുത്താൻ പറ്റാത്ത ദേഷ്യത്തിൽ കുവലയപീഠമെന്ന ആന തറയിൽ കുത്തുകയും വീണ്ടും കണ്ണനെ കുത്താൻ അടുക്കുകയും ചെയ്തു. ഇങ്ങനെ കുറച്ചു നേരത്തേക്ക് കണ്ണൻ ആനയോട് സാഹസികമായി ഇടപെട്ടു. പിന്നീട് ആനയുടെ വാൽ ഒരു കൈകൊണ്ട് വളച്ചൊടിച്ച് ആനയെ വിരട്ടി. ആന തിരിഞ്ഞ് കുത്താൻ നോക്കിയപ്പോൾ കണ്ണൻ ചാടി ആനയുടെ പുറത്ത് കയറി അതിന്റെ മസ്തകത്തിൽ നന്നായി പ്രഹരിച്ചു. അവസാനം ആനയുടെ തുമ്പിക്കൈ പിടിച്ചു വലിച്ച് ആനയെ തറയിൽ വീഴ്ത്തിയ ശേഷം കൊമ്പുകൾ രണ്ടും ഒടിച്ചെടുത്തു. അങ്ങനെ കുവലയപീഠം ചെരിഞ്ഞു. ആ കൊമ്പുകൾ കൊണ്ട് ആനപ്പാപ്പാനെയും അടിച്ചു കൊന്നു. ശേഷം മല്ലയുദ്ധത്തിൽ കംസൻ ഒരുക്കി നിർത്തിയിരുന്ന മറ്റൊരു മല്ലനായ ചാരുണനെയും കൊന്നുകളഞ്ഞു. കുവലയപീഠത്തെ കൊന്ന കണ്ണനെയും ഒപ്പം ബലരാമനെയും അവിടെ കൂടിയിരുന്ന ജനങ്ങൾ വാഴ്ത്തി സ്തുതിച്ചു. പിന്നീട് യാതൊരു തടസ്സങ്ങളുമില്ലാതെ അവർ രാജസഭയിൽ കടന്നു ചെല്ലുകയും ചെയ്തു. തൃച്ചംബരം ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയായ രൗദ്രഭാവിയായ കണ്ണന്റെ പുരാണമാണ് ഈ പറഞ്ഞത്. കണ്ണന്റെ ലക്ഷ്യത്തിന് കുറുകെ നിന്ന ശത്രുവായിരുന്നു കുവലയപീഠമെന്ന ആന. ലക്ഷ്യം സാധൂകരിക്കാൻ ആ ആനയെ മലർത്തിയടിച്ച് കൃഷ്ണൻ നമുക്ക് നായക പരിവേഷമാണ് തരുന്നത്. തങ്ങളുടെ വിളകളെ നശിപ്പിക്കാൻ വരുന്ന ജീവികൾ ആ കർഷകരുടെ ലക്ഷ്യത്തിന് കുറുകെ നിൽക്കുന്ന ശത്രു തന്നെയല്ലേ? ലക്ഷ്യം സാധൂകരിക്കാൻ ആ ആനയെ മലർത്തിയടിച്ച് കൃഷ്ണൻ നമുക്ക് നായക പരിവേഷമാണ് തരുന്നത്. തങ്ങളുടെ വിളകളെ നശിപ്പിക്കാൻ വരുന്ന ജീവികൾ ആ കർഷകരുടെ ലക്ഷ്യത്തിന് കുറുകെ നിൽക്കുന്ന ശത്രു തന്നെയല്ലേ? ആന ഗർഭിണിയായതാണ് കേരളത്തിനെ ഇകഴ്ത്താൻ വേണ്ടി ദേശീയ മാധ്യമങ്ങൾ കണ്ടുപിടിച്ച പ്രധാന പ്രശ്നം. കെണിയിലകപ്പെട്ട ആന ഗർഭിണിയാണെന്ന് കെണിയൊരുക്കിയവർക്ക് ആദ്യമേ അറിയാവുന്നതുപോലെയായിരുന്നു വാർത്തകളൊക്കെ പ്രചരിച്ചത്. സംഭവം നടന്നത് നമ്മുടെ കേരളത്തിൽ ആയതുകൊണ്ട് സാംസ്കാരികമായി കേരളം വളരെ പിറകോട്ടാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ദേശീയ മാധ്യമങ്ങൾ കാര്യമായി തന്നെ ഈ സംഭവം കൊണ്ടാടി. അതൊന്നും പോരാഞ്ഞിട്ട് പാലക്കാട് ജില്ലയുടെ അതിർത്തിയിൽ വെച്ച് സംഭവിച്ച വിഷയം മലപ്പുറത്താണ് നടന്നതെന്ന് പറയുന്നത് മറ്റൊരു വിരോധാഭാസം. ഇതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്യുന്നവരുടെ മനുഷ്യത്വം നശിച്ചിട്ടില്ല എന്ന് മനസ്സിലായി. പക്ഷേ ഇന്ത്യയിൽ ദളിതരും മുസ്ലിങ്ങളും മറ്റ് താഴ്ന്ന ജാതിക്കാരുമൊക്കെ ചെറിയ കാരണങ്ങളുടെ പേരിൽ പോലും കൂട്ടമർദ്ദനത്തിനിരയായി കൊല്ലപ്പെടുമ്പോൾ ഈ മനുഷ്യത്വം എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ബാക്കി. കേന്ദ്രമന്ത്രി മനേകാ ഗാന്ധി പോലും വാർത്തയുടെ നിജസ്ഥിതി അറിയാതെ കേരളത്തെ വളരെ മോശമായി ചിത്രീകരിച്ചുവെങ്കിൽ ബീഫ് നിരോധനം നടപ്പാക്കില്ല എന്ന കേരളത്തിന്റെ ധാർഷ്ട്യം മാത്രമായിരിക്കില്ല അതിന് കാരണം. മറിച്ച് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും തുടങ്ങി നമ്മുടെ കേരളം കാലങ്ങളായി നടത്തുന്ന കുതിച്ചുചാട്ടങ്ങൾ മറ്റൊരു കാരണങ്ങൾ കൊണ്ടും ഇകഴ്ത്തിക്കെട്ടാൻ സാധിക്കാത്തതിലുള്ള അമർഷം കൂടിയാകണം. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.